ഹെവി വർക്കായിട്ട് കോർസെറ്റ്. ഇത് ആൾക്കാർ ചോദിച്ചു വരുമോ? ഇത് വരും. ഇത് അർമാനിയിൽ ഓവർ കോട്ടിംഗ് ആയിട്ട് വരുന്നത് സ്റ്റോൺസിന്റെ ഒരു ഹെവി വർക്ക്. ഇതാണ് മക്കളെ വർക്ക് എന്ന് പറയാനായിട്ട്. സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ കോട്ട് സെറ്റ്. ഇത് അർമാനിയാണ്. ഇതിൽ നമുക്ക് ഡിസൈൻഡ് മെറ്റീരിയൽ ആണ്. നോർമൽ ഷർവാണി അല്ലാതെ ഡിസൈൻഡ് ആയിട്ട് വരുന്നതാണ്. ഇതില് ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് അല്ലേ. അടുത്തേക്ക് വന്നാൽ മാത്രമാണ് ഒരു വർക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ബോയ്സ് ആയാലും ജെന്റ്സ് ആയാലും ഇനി അപ്പൂപ്പന്മാരായാലും നമുക്ക് അടിപൊളിയായിട്ട് നടക്കാം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സ്പെഷ്യലായിട്ട് നിങ്ങൾ തപ്പി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആവാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളത്താണെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് പുല്ലേപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മിഞ്ചി റോഡ് പാരലലൊക്കെ വരുന്ന ഒരു വഴി. ഈ റോഡിനെ പറയണത് ചിറ്റൂർ റോഡ്. ജസ്റ്റ് ഒന്ന് ആ ഒരു ഏരിയ കാണിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ഒരു ഏരിയ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ചിറ്റൂർ റോഡ് ഒന്ന് തിരിച്ച് ആ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഏകദേശം എറണാകുളത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ ആണെങ്കിൽ ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബുട്ടിക്കിലേക്കാണ്. ആക്ച്വലി ബുട്ടിക്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഡ്രീം കംസ് ട്രൂ എന്ന് പറയില്ലേ, ആ ഒരു സ്ഥലമാണ് ഡാർവിഷ്. യെസ്, ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുമ്പോൾ ഈ ബുട്ടിക്കിലൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ്, കുറച്ചുകൂടി വലുത്, കുറച്ചുകൂടി പ്രീമിയം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു സ്ഥലമാണ് ഡാർവിഷ്. ഡാർവിഷിൻ്റെ കണ്ടോ ഈ ഒരു തീമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് ആ ഷർട്ടും മുണ്ടാണ്. സാരിയൊക്കെ പിന്നെ നമ്മൾ കാണുന്നത്. ഇത് കസ്റ്റമൈസ് അല്ല, മുണ്ട് കസ്റ്റമൈസ് ആണ്, ഇത് ഷർട്ടും കസ്റ്റമൈസ് ആണ്. പിന്നെ അപ്പുറത്ത് ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ ഒരു സംഭവം ഒന്നുമല്ല, ഉള്ളിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് എറണാകുളമാണ്, മറക്കണ്ട. നമ്മുടെ പുല്ലപ്പടിയിൽ ചിറ്റൂർ റോഡിലാണ് ഡാർവിഷ്. വരും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലേഡീസ് ജെന്റ്സ് എന്താ ചെയ്യണേ? ഹായ് ഹായ്, ഹലോ, എന്താണ് വിശേഷം? സുഖാണോ? ഈ മൈക്കൊന്ന് വെക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ ഡയറക്ഷനെ കുറിച്ചിട്ട് എന്താണ് അറിയാൻ? ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചാണ് കസ്റ്റമറിന് കൊടുക്കാനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. നമുക്ക് 2-3 ഡേയ്സിൽ ഇതെല്ലാം പോകും. ഓക്കെ, എന്താണ് ഈ ഡാർവിഷ് എന്ന് പറയുന്ന സംഭവം? എന്താ കുറച്ച് സ്പെഷ്യൽ പേരാണ് അല്ലേ നമ്മൾ കേൾക്കുന്നത്? ഡാർവിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർവിഷ് അല്ല, ഡർവിഷ്. ഡർവിഷ് കേൾക്കാനും പറയാനും സുഖം. നമ്മള് സഞ്ചാരി എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മള് ആ ഒരു രീതിയിൽ ഹെറിറ്റേജ് രീതിയിലുള്ള ഡിസൈൻസ്, പിന്നെ കസ്റ്റമറിന്റെ ഇഷ്ടത്തിന് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡർവിഷിനുള്ള മീനിങ് തന്നെ അതാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഐറ്റംസ് ആണ്. ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇതിവിടെ എന്തൊക്കെ ചെയ്യും? മീൻസ് ലേഡീസ് ജെന്റ്സ് എല്ലാം ചെയ്യും. നമ്മൾ കിഡ്സും ഉണ്ട്. സ്റ്റിച്ചിങ്, ഡിസൈനിങ്. നമുക്ക് മെയിൻ ആയിട്ട് ബുട്ടിക് ഫോക്കസ് വരുന്നത് സ്റ്റിച്ചിങ്ങിൽ ഡിസൈൻ ആഡ് ചെയ്യാനാണ്. ഡിസൈനിങ് ബുട്ടിക് അല്ലേ കൂടുതൽ. കസ്റ്റമൈസ് ആയിട്ട് സിമ്പിൾ ഐറ്റംസും ചെയ്യും. പിന്നെ ഫംഗ്ഷൻസ്, മാരേജ് ഹെവി ആയിട്ട് ഫോക്കസ് ഉണ്ട്. അതായത് ബ്രൈഡ്, ഗ്രൂം, ഫാമിലി എല്ലാവർക്കും ഉള്ളത് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യും. കോഡ് ഇതൊക്കെയാണ്. അപ്പൊ ഇത് കണ്ണേക്കാളും മുന്നേ എനിക്ക് കണ്ണ് ആദ്യം പോയത് എനിക്ക് അവിടെയാണ്. അപ്പൊ കുറെ പേരൊക്കെ എന്താ ചോദിച്ചു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ഇങ്ങനത്തെ ഒക്കെ സംഭവം എവിടെ ചെയ്യും. എറണാകുളത്ത് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അറിയാം, പക്ഷെ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിലൊക്കെ ചെയ്യുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് കാണിച്ചു തരണ്ടേ? ആ ഒരു സ്ഥലത്തേക്കാണ് നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫാബ്രിക് ഒക്കെ ഇവിടുന്ന് തന്നെയാണോ? ഈ ഫാബ്രിക് ഒക്കെ ഇവിടുന്ന് തന്നെയാണ്. പിന്നെ കസ്റ്റമേഴ്സിന് പുറത്തുനിന്ന് ഫാബ്രിക് കൊണ്ടുവരാം. ഇത് പിന്നെ കോർസെറ്റ്. ഇതിപ്പോ ഗൗൺ അല്ലല്ലേ, ആക്ച്വലി ഇത് ബ്ലൗസ് ആൻഡ് പവാട. നമ്മള് മലയാളി. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് പഠിക്കാന്ന് പറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറയാം സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ കോട്ട് സെറ്റ് അങ്ങനെയൊക്കെയാണ് പറയാ. പച്ച മലയാളത്തിൽ പറയണേ പാവാടയും ബ്ലൗസ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് നമ്മൾ വർക്കിംഗ് ആണ്. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ഹാൻഡ് വർക്ക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റ്. ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യുന്നതാണ്. അതുപോലെ എനിക്ക് ആ ബ്ലൗസിന്റെ കോട്ട് സെറ്റിന്റെ സ്റ്റിച്ചിങ് ആണ് മെയിൻ ആയിട്ട് പെർഫെക്ഷൻ. സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്ഷൻ ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരാറില്ല. അതായത് കംപ്ലൈന്റ്സ്. അപ്പൊ നമ്മളിങ്ങനെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അളന്ന് തയ്ച്ചു വെച്ച പോലെ ആ ഒരു ഫീലിംഗ് കിട്ടും. നമുക്ക് അതിനായിട്ട് ഡിസൈനിങ് ടീം ഉണ്ട്, അവർ സെറ്റ് ആക്കി വെക്കും. ഗ്രേറ്റ്. പിന്നെ ഇതിൽ നമുക്ക് കളർ തീം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണമെങ്കിലോ അതൊക്കെ ചെയ്ത് ഡയബിൾ മെറ്റീരിയൽ ആണ്. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇതിപ്പോ ഡയബിൾ ആണ്, ചെയ്തിട്ടില്ല, പക്ഷെ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും വേണമെങ്കിൽ തയ്പ്പിക്കാം. അല്ലെങ്കിൽ കൂടാണ്ട് ഗൗൺ നോക്കിയേ
നല്ല അടിപൊളി. ഇത് ബ്രൈഡിനും കുറച്ച് ഹെവി ആക്കി ചെയ്യാൻ പറ്റും അല്ലേ? ഇത് ബ്രൈഡൽ അല്ല, ഇതൊരു അല്ല ഇത് ബ്രൈഡൽ അല്ല, ബ്രൈഡിനും കുറച്ച് ഹെവി ആക്കി ചെയ്യാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ വെച്ചാൽ ഈ ഒരു പോർഷനിൽ നമുക്ക് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് സ്ലീവ് കുറച്ച് ലോങ് ആക്കി അങ്ങനെ കുറച്ച് ഹാൻഡ് വർക്ക് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കണ്ടായി. ഇവിടെ എല്ലാം സെറ്റാണ്, ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത് ആക്ച്വലി കുറച്ച് ഹെവി, ഇവിടുത്തെ എന്താ പറയാ കുറച്ച് പ്രീമിയം കുറച്ച് സ്റ്റാൻഡേർഡ് ആലോചിക്കുമ്പോൾ അപ്പൊ തന്നെ ഊഹിച്ചാൽ മതി. ഡാർവിഷ്. യെസ്. ഇനി ഞാൻ ഉടുത്തിരിക്കണ ഏത് മെറ്റീരിയലാ? ജിമിച്ചാണ് തോന്നുന്നു. ജിമിച്ചാണ് തോന്നുന്നു. ഓക്കെ, ഇത് ജിമിച്ചു അല്ല, ഇത് ഖാദി സിൽക്ക് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതില് 2 പീസ് കളക്ഷൻ ആണ്. പാൻറ് ഇല്ല, ദുപ്പട്ട അടക്കം. അത് ഒരാൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഇവിടെ ഓൾറെഡി ഡെമോ വെച്ചത് കൊണ്ട് ഞാനത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല കേട്ടാ, ഞാൻ മുൻകൂട്ടി പറഞ്ഞ് എനിക്ക് എൻ്റെ രീതിയിൽ സെറ്റ് ചെയ്തത്. എനിക്ക് കുറച്ച് ചെറുതായിട്ട് ലൂസ് വേണം എന്നൊക്കെ പറയട്ടെ. ശരിക്കും പെർഫെക്റ്റ് ഇങ്ങനെയൊക്കെ പിടിച്ച് കറക്റ്റ് അങ്ങനെ എനിക്ക് ഷേപ്പ് വേണ്ട, സത്യമാണ്. കാരണം വേണ്ട. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതാണ്. നമുക്ക് സ്ലീവ്ലെസ് വേണ്ട, നമുക്ക് കുറച്ച് ഷേപ്പ് അത്യാവശ്യം നിന്നാൽ മതി, എന്നാൽ വല്ലാണ്ട് അങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ നിൽക്കരുത്, ഫോക്കസ് ആവരുത് എന്നുള്ള രീതിയിൽ ആ ഒരു ഡിമാൻഡ് മാത്രം പറഞ്ഞതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു സംഭവം. അപ്പൊ ഇനി ഇങ്ങനെ നല്ല ഷേപ്പിൽ നിൽക്കണം, നല്ല ടൈറ്റിൽ നിൽക്കണം, അതൊക്കെ ഇവിടെ ചെയ്തു തരും. വെച്ച് തയ്ച്ച പോലെയാണ്. അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതൊന്ന് എടുത്ത് നോക്കിയാലോ? കസ്റ്റമൈസ് ചെയ്ത് വെച്ചത് നമുക്ക് ഈ ഒരു ഗൗണിന് സിമ്പിൾ വർക്കാണ് വരുന്നത്. അധികം ഇത് നോക്കിയ ഷിമ്മർ മെറ്റീരിയൽ ആണ്. ഷിമ്മറിൽ അതും ആ ഒരു പെർഫെക്ഷൻ ഹാൻഡ് വർക്കിൽ ആ പാനൽ വർക്കിലൊക്കെ ചെറിയ ഹാൻഡ് വർക്കിംഗ് ആണ്. അതെ, സിമ്പിളാണ്, നല്ല എലഗന്റ് ലുക്കാണ്. അതേപോലെ ആ നെക്ക് പോർഷനൊക്കെ നോക്കി ഫുൾ ഹാൻഡ് വർക്ക് ഇവരുടെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ തന്നെയാണ് ഇവർക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഹാൻഡ് വർക്ക് ചെയ്യുന്നതും. ഇതൊക്കെ നല്ല ടൈം എടുത്തിട്ട് ഓരോന്നോരോന്ന് ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ പറയുമ്പോൾ നമുക്കിപ്പോൾ ഗ്രീനിന് പകരം വേറെ കളർ വേണമെന്ന് വെച്ചാൽ അതും ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കൂടിയിട്ട് കോംബോ അങ്ങനെ എടുത്തേ അതെടുത്തേ. ഇത് കളർ കണ്ടപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ടച്ച്. അത് ഞാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഇതിൽ ഗ്രീൻ ഉള്ളത് കൊണ്ട് ഇതിൽ ഗ്രീൻ, ഇതിൽ വൈറ്റ് ഉള്ളത് കൊണ്ട് ഇതിൽ വൈറ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്താസാണ്. ഓ, മെയിൽസിന് വരില്ല. അപ്പൊ ബോയ്സ് ആയാലും ജെന്റ്സ് ആയാലും ഇനി അപ്പൂപ്പന്മാരായാലും നമുക്ക് അടിപൊളിയായിട്ട് നടക്കാം. ഇതുപോലത്തെ നല്ല നല്ല മെറ്റീരിയൽ കേട്ടോ. ഫീലിംഗ് ആൻഡ് ടച്ചിങ്. ഈ ഒരു മെറ്റീരിയൽ എപ്പോഴും കിട്ടണമെന്നില്ല, കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഇവിടെ മെറ്റീരിയൽസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മെറ്റീരിയൽ പുറത്തുനിന്ന് നമുക്ക് ആ സമയത്ത് എത്തിക്കാനും പറ്റും, ഒരു പ്രോബ്ലം വരില്ല. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വേണമെങ്കിലും നമുക്ക് ഇതൊരു ഡിസൈനിങ് മോഡലാണ്. ഓക്കെ, ഇതല്ല, ഇതായിരിക്കും. അതുകൊണ്ട് ഡിസൈൻഡ് മോഡലാണ്. ഇത് ഇതിൽ ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് അല്ലേ? സൂപ്പർ. ഒരു എംബ്രോയിഡറിയുടെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് അതും. ഇതൊക്കെ ലേഡീസിന്റെ കുർത്തി. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ നമുക്കും സെറ്റ് ആക്കാട്ടോ. പിന്നെ ഇത് അർമാനിയിൽ ഓവർ കോട്ടിംഗ് ആയിട്ട് വരുന്നത് സ്റ്റോൺസിന്റെ ഒരു ഹെവി വർക്കാണ് വരുന്നത്. വാവ്, സെറ്റ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് റെഡിമെയ്ഡിലൊക്കെയാണ് കൂടുതൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ റെഡിമെയ്ഡിലാവുമ്പോ എന്താ സംഭവം വെച്ചാൽ നമ്മുടെ ഷേപ്പിന് കറക്റ്റ് കിട്ടും. ഒരു സ്റ്റാൻഡേർഡ് അളവിലല്ലേ വരുന്നത്. അതുവല്ല ഇത് പിന്നെ നമുക്ക് എടുത്ത് കാട്ടാൻ പറ്റും. റെഡിമെയ്ഡ് പോലെയല്ല, അതിന്റെ മെറ്റീരിയൽ അടക്കം ഹൈ ക്വാളിറ്റിയിൽ അർമാനി വരുന്നത്. വർക്കിംഗ് ഇതെല്ലാം നല്ല ടൈം എടുക്കുന്ന വർക്ക്. അതൊക്കെ 1 വീക്ക് എടുക്കും ഇതിന്റെ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോ തന്നെ. പിന്നെ ഇത് നോക്കിയാൽ ഇത് നല്ല രസമായിട്ട് ഹെവി വർക്ക്, ഹെറിറ്റേജ് ഫീലിംഗിൽ ഈ ഇതല്ലേ. ഓ ഗ്രേറ്റ്. ഇതാണ് മക്കളെ വർക്ക് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ വർക്ക് സർദോഷിയുടെ വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, സീക്വൻസ് കട്ട് വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ആര്യ വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്കുകളുടെ കളികളാണ് മൊത്തം. പിന്നെ ഈ സ്ലീവിലും ആ ഒരു വർക്ക്, അത് കൂടാണ്ട് ബാക്ക് സൈഡ്. യെസ്, അങ്ങനെയാണ് വർക്ക്. അപ്പോൾ ബോയ്സിനും ഇത്രയും കളക്ഷൻസ് ഉണ്ട് അല്ലേ? ആ സൈഡ് നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഫുൾ എന്താ പറയുക കസ്റ്റമൈസ് ചെയ്ത് വെച്ചതാണ്. അതൊന്നും ഞാൻ കൂടുതൽ ഇനി കാണിക്കാൻ പറ്റില്ല. കുറേയൊക്കെ ചില അവരുടെ എന്താ പറയുക പ്രൈവസി. യെസ്. ഇതെന്താ സംഭവം? ഇത് നമുക്ക് ക്രോസ് സെറ്റും ബ്ലൗസും ഇവിടെ ചെയ്തൊരു എക്സാമ്പിൾ. ഇത് നമ്മൾ ആ കണ്ട മെറ്റീരിയലിന്റെ അതുപോലത്തെ മെറ്റീരിയൽ ഡൈ ചെയ്ത കളറായത്. ഓ, സെയിം നമ്മള് ഡമ്മിയില് സെറ്റ് ചെയ്ത് കണ്ടില്ലേ, ഡൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഡൈ ചെയ്ത മെറ്റീരിയൽ ഫാബ്രിക്കും കുറച്ച് ഹെവി ഫാബ്രിക് അല്ലേ? അത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ വെച്ചതാണ്. അതെ 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 അതെ, കണ്ടോ? ഇതൊക്കെ നമ്മൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്തതുകൊണ്ട് തന്നെ അത്രയും നല്ല പെർഫെക്ഷനിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇത് കട്ടോരി കട്ടാണ് അല്ല? കട്ടോരി കട്ട് ഇത് കട്ടോരി കട്ട്. ഇത് വേണമെങ്കിലും കട്ടോരി ചെയ്യാം, നോർമൽ ചെയ്യാം. അതുപോലെ തന്നെ കോർസെറ്റിന്റെ അതാണ് നമുക്ക് ഇവിടെ അധികം ഇല്ലാത്ത കൊച്ചിയിൽ.
ഹെവി വർക്കായിട്ട് കോർസെറ്റ്. ഇത് ആൾക്കാർ ചോദിച്ചു വരുമോ? ഇത് വരും. നമ്മുടെ ഒക്കെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരെണ്ണം ട്രൈ ചെയ്യാമായിരുന്നു. വയസ്സായി പോയില്ലേ. എന്തായാലും ഇതും നല്ല, ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഇതിന്റെ ഓഷൻ ഉണ്ടായിരുന്നു, അത് പോയി. ഇവിടെ സാമ്പിൾ ഉണ്ടെങ്കിൽ കാട്ടി തരാം. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സാമ്പിൾ പീസ് അങ്ങനെ ഒന്നും കിട്ടില്ല. എന്താ സംബന്ധിച്ചാൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്തതുകൊണ്ട് ഉള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ നേരിട്ട് നിങ്ങളുടെ കയ്യിൽ വല്ല ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ നമ്മൾ അതുപോലെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഡിസൈനേഴ്സിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടാവും അടിപൊളിയായിട്ടുള്ളത്. ഇതെന്നൊക്കെ പറയുമ്പോ തന്നെ ഇതിലുണ്ടായിരുന്നു അടിപൊളി സാധനം ഉണ്ടായിരുന്നു. അത് കസ്റ്റമർ കൊണ്ടുപോയി, നമുക്ക് കൊണ്ടുപോകാൻ പറയാൻ പറ്റില്ലല്ലോ. അതെ, ഇത് നോക്കിയാൽ ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് സെയിം ടോൺ ടു ടോണിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റിഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പ്യുവർ നെറ്റിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. അതൊന്നും തന്നെ കംപ്ലൈന്റ് വരാനോ അത് ഇതിന് പിന്നെ ഷേപ്പിന്റെ ഒരു ഫീലിംഗ് വരുന്നില്ല. കാരണം ബാക്ക് സൈഡ് ടൈറ്റ് ചെയ്ത് കെട്ടണതാണ്. അപ്പൊ ഓൾറെഡി ഷേപ്പുള്ള ആൾക്കാർക്ക് പിന്നെ അതിന്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, ഇതും ഡെമോ പീസ അതുള്ളത് പോലെ തന്നെ പറയും. ഇനിയിപ്പോൾ ഇതുപോലത്തെ വേണോ, എങ്ങനത്തെ വേണം, ആ രീതിയിൽ നമുക്ക്. എൻ്റെ ഒരു ദുപ്പട്ട ഇവിടെ എവിടെയോ കണ്ടു. അതാ ഞാനിത് ദുപ്പട്ട കുറച്ച് എനിക്ക് ഇറിറ്റേഷൻ ആയതുകൊണ്ട് അത് മാറ്റി വെച്ചതാണ്. സംഭവം മെറ്റീരിയലും അതിൻ്റെ ആ വർക്ക് ഞാൻ സിമ്പിളായിട്ട് മതി എന്ന് പറയാം. വലിയ ആർഭാടമൊന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം പിന്നെയും റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സംഭവം നമുക്ക് റീയൂസ് ചെയ്യാം. ഒരു തവണ ഒരു ഫംഗ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷനിൽ ഇടാൻ പറ്റില്ലല്ലോ, കളർ പിന്നെ മാറ്റി പിടിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞത്. ശരിക്കും ആക്ച്വൽ ലുക്ക് ഇതാണ് കേട്ടോ. എൻ്റെ ഇതാണ് ആക്ച്വൽ ലുക്ക്. പക്ഷേ ഈ ഒരു എന്താ പറയുക, ദുപ്പട്ട വേണ്ട എന്ന് പറഞ്ഞത് മീൻസ് സൈഡിൽ പാൻറ്റ് പിന്നെ അത് ആവശ്യമില്ല. ഒരു ലെങ്ത്ത് അത്യാവശ്യം ഉണ്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ലെങ്ത്താണ് ഇത് വരുന്നത്. എന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായി. നമുക്കിനി ഫാബ്രിക്സ് ഒന്ന് നോക്കിയാൽ. ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? ഇത് ജിമിച്ചു ഫാബ്രിക്കിൽ. അതിലും സൈഡ് ആ തുണിയിൽ തന്നെ ഉണ്ട്. അതും ജിമിച്ചു എന്ന് പറയുമ്പോൾ 2-3 ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. അതിലത്തെ ഹൈ ക്വാളിറ്റി ആണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ എന്താ പറയുക, ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ സ്റ്റാൻഡേർഡ് ഉള്ളത് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ആ ഒരു കാര്യത്തിൽ നോട്ട് ദി പോയിന്റ്. ഇത് എന്താ, ഇതും സാരി തന്നെയാണ്. റഫൽ സാരി അല്ലേ? അതെ അതെ അതെ, റഫലൊക്കെ കാണുന്നുണ്ട് ഇതില്. റഫൽ കാണുന്നുണ്ട്. ഓപ്പൺ ചെയ്യണ്ട. അതെ, കസ്റ്റമറുടെ പ്രൈവസി ആണ്, അങ്ങനെ ഒന്നും എടുത്ത് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യാം. ഇതോ ദുപ്പട്ടാസും സെപ്പറേറ്റ് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. നല്ല ഹെവി മെറ്റീരിയൽ. ഗ്രേറ്റ്. ഇതിന്റെ വെയിറ്റ് ഒന്ന് പിടിച്ചോക്കി. വെയിറ്റ് അപ്പത്തെ നമുക്ക് ഫീൽ ചെയ്യും. ആ വർക്കിൻ്റെ വെയിറ്റ് ഞാൻ ഒന്ന് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആ വർക്കിന് അതിനനുസരിച്ചിട്ടുള്ള ആ വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാരാ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ട്. പക്ഷെ ഇത് ഈ ഒരു ദുപ്പട്ടയ്ക്ക് മീൻസ് ഈ ഒരു ഡ്രസ്സിന് ആപ്റ്റാന്ന് തോന്നുന്നു. മാച്ചിങ് ആണോ? അതിനായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവും. അത് കൈ കടത്തണ്ട, അത് നോക്കേ വേണ്ട. അത് വേറൊരാളുടെ ആണ്. അത് കൈ കടന്ന് പോയി. അതിന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മടക്കി സെറ്റാക്കിയാൽ മതിയേ. ഓക്കെ, ഇത് വർക്കുകൾ കണ്ടോ? ഈ വർക്കാണ് മെയിനായിട്ട്. അത് ദൂരത്ത് കൂടെ കറക്റ്റ് അറിയില്ല. അടുത്തേക്ക് വന്നാൽ മാത്രമാണ് ഒരു വർക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. കാരണം വൈറ്റ് ആകുമ്പോൾ സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി സെറ്റ്. ഇതിൽ നമ്മൾ സാധാരണ സ്കാൽപ്പ് വർക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്കാലപ്പ് ചെയ്തേക്കണം നോക്കിയേ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് കാണല്ലോ. ഓക്കെ, ഈ സ്കാലപ്പ് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊന്നും നോക്കിയേ, ഈ സ്കാലപ്പ് കണ്ട. നോർമൽ എല്ലായിടത്തും ഒരു യു അതാണ് സ്കാലപ്പ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലൊരു കൊരുപ്പുണ്ട്, ഡിസൈനും ഉണ്ട്. അത് തുറന്നാലല്ലേ കാണുള്ളൂ. അതെ, ഇതാ ഇങ്ങനെയാണ് ഇതിന്. പിന്നെ ഇതിന്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ അത് നമ്മളാണോ തീരുമാനിക്കേണ്ടത്? എത്ര വേണം ഹൈറ്റ് അനുസരിച്ചിട്ട്. അത് കൂടാണ്ട് ഇനി കസ്റ്റമറിന്റെ ഹൈറ്റ് കൂടുതലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ റെഡിയാണ് അല്ലേ? ഇതൊക്കെ എന്താ പറയാ, ഡയബിൾ ആണോ? ഇത് ഡയബിൾ അല്ല. ഇത് ഡയബിൾ അല്ല. ഇത് സ്പ്രിങ് ആയിട്ടുള്ളത്. ഇത് ഗുട്ടപ്പട്ടിയോ അല്ലെങ്കിൽ മറ്റേ സെറോസ്കിയോ ആണോ സ്പ്രിങ് അടിച്ചു വെച്ചിരിക്കണേന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു വർക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇത് സ്പ്രിങ് മീൻസ് അപ്പൊ എനിക്ക് തോന്നുന്നത് സെറോസ്കിയിൽ അത് കുറച്ച് ഇങ്ങനെ നീട്ടിയിട്ട് അതും ഇങ്ങനെ അടിച്ച് സെറ്റ്. എന്തായാലും ഈ ഒരു കല തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ചെയ്യുന്നത്. ഹാൻഡ്സ് ഓഫ്, അടിപൊളി, സൂപ്പർ. നിങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ലേസായിട്ട് ഫീൽ ചെയ്യും. ലേസ് അല്ല കേട്ടോ, അതിനും അതിൻ്റെതായിട്ടുള്ള
പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സൈഡ് ബോർഡർ ആണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വർക്ക് കൂട്ടി നമുക്ക് കൂട്ടണേ കൂട്ടാം, അല്ലെങ്കിൽ സ്മോൾ ആക്കണേ സ്മോൾ ആക്കാം, പിന്നെ ആഡ് ചെയ്യാം. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ ലേഡീസിന്റെ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്, പക്ഷെ ജെന്റ്സിന്റെയും നല്ലോണം ഇവിടെ ചെയ്യുന്നുണ്ട്. അവരുടെ ഫൈബ്രിക്സ് ഒന്ന് നോക്കിയാലോ, നമുക്ക് ഇവിടെ ഫൈബ്രിക്സ് വെച്ചിട്ടുണ്ട് അല്ലേ, നമുക്ക് ഷർവാണി മെറ്റീരിയൽ ആ സൈഡിൽ. നമുക്കൊന്ന് ഫൈബ്രിക്സ് ഒന്ന് നോക്കിയാൽ നമുക്ക് ഫൈബ്രിക്സ് ഈ ജസ്റ്റ് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതിപ്പോ ഷർവാണി മെറ്റീരിയൽസ് ആണ് ഇത് വരുന്നത്, ഒരു ചെറിയ കളക്ഷൻസ് ആണ്. അടുത്ത വന്ന് നോക്കിയാലേ കറക്റ്റ് ആയിട്ട് ആ ഒരു ഷർവാണിയുടെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഷർവാണിയുടെ മീൻസ് ഇതിപ്പോ കൂടുതൽ ഓഫ് വൈറ്റ്, ഗോൾഡൻ, ലൈറ്റ് ഷെയ്ഡ്സ്, ബ്ലാക്ക്, അങ്ങനത്തെ ഡിസൈനർ പീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ പിന്നെ വർക്ക് ചെയ്യും നമ്മൾ എക്സ്ട്രാ വേറെ ചെയ്യും. ഇത്രയും വർക്ക് കൂടാണ്ട് ഇത് കൂടാണ്ട് ഇത് വർക്കല്ല, ഷർവാണി മെറ്റീരിയൽ ഇത് നോർമൽ പാറ്റേൺ വരുന്നതാണ്. ഇത് പാറ്റേൺ നോർമലും ചെയ്യും, നമ്മൾ ഇതിന് വർക്ക് ആഡ് ചെയ്യണേ വർക്ക് ആഡ് ചെയ്യും. ഓക്കെ, ഇതിൽ ചെറുതായിട്ട് പോലെ ഗോൾഡോ സിൽവർ ഹൈലൈറ്റ് ചെയ്യുന്ന വർക്ക്സ്. ഓക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡിസൈനർ പീസ് ആണ്, അതല്ലാണ്ട് അവിടെ ഡയബിൾ ആണ് ഇരിക്കുന്നത്. ഇത് ലേഡീസിന്റെ ആണെന്ന് തോന്നുന്നു. ലേഡീസിന്റെ ഡയബിൾ സെക്ഷൻ. അത് അപ്പുറത്ത് ഇരിക്കണത് അത് എനിക്ക് ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ഒരു സബ്യസാച്ചി സ്റ്റൈലിലുള്ള. എടുക്കാം, നമ്മൾ കാണണ്ടേ. കണ്ടോ, ഇതൊക്കെ ഫുൾ ഡിസൈൻ ചെയ്ത് ഓൾറെഡി ഇരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടി ഹെവി ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഫുൾ വൈറ്റ് കാണുന്നത് നോക്കണ്ട, ഒക്കെ ഡിസൈൻ ഒന്ന് അടുത്ത് വന്നാലേ കറക്റ്റ് ആ സൂം ചെയ്ത് ഓരോന്നോരോന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡയബിൾ ആണ് ഇത് ഫുൾ ഇരിക്കുന്നത് അല്ലേ. അടിപൊളി. ഇത് ലെഹങ്കാസിനൊക്കെ പോകുന്ന ഒരു സംഭവം അല്ലേ. ലെഹങ്കാസിന് പിന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗൗണോ ലെഹങ്കാസോ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. എങ്ങനെ വേണമെങ്കിലും ഒക്കെ വൈറ്റ് ആണെന്ന് മാത്രം, ഇത് നമുക്ക് ഡൈ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നത്. ആ അടിയിലത്തൊക്കെ വർക്ക് ഉണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല രസമായിട്ടുണ്ട് അല്ലേ. അത് പിന്നെ ഈ ഒരു സംഭവമാണ് എനിക്ക് തോന്നണേ, നമുക്ക് ആ ഡമ്മിയിലിരിക്കണ ഇത് ഈ സെയിം മെറ്റീരിയലാണ് കേട്ടോ, ഈ സെയിം മെറ്റീരിയലാണ് അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് കുറേ വർക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താ സംഭവം, എങ്ങനെയാണ്, നമുക്ക് എത്ര മണിക്ക് വരണം, എവിടെയാണ് ഷോപ്പ് വരുന്നത്? ഷോപ്പ് നമുക്ക് ഇവിടുത്തെ MG റോഡിന് ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. MG റോഡ് പത്മ തിയേറ്ററിന് പാരലായിട്ട് വരുന്നത് ചിറ്റൂർ റോഡിൽ പുല്ലപ്പടി ജംഗ്ഷനിലാണ് ദർവേഷ് സ്റ്റേ ആവുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എറണാകുളം അല്ല, ഇപ്പൊ എറണാകുളംകാരെ അറിയാത്തവർക്ക് ഈ പുല്ലപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ. അല്ല, എറണാകുളം താമസിക്കാത്തവർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ എറണാകുളത്ത് പത്മ ജംഗ്ഷൻ അല്ലെങ്കിൽ MG റോഡിന്റെ പാരലൽ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ഹിന്റ് കിട്ടും. അതിന്റെ അടുത്തായിട്ടുള്ള ചിറ്റൂർ റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറച്ചുകൂടി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡാർവിഷിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഈ പേര് ഭയങ്കര ഇഷ്ടമായിടോ. നിന്റെ പേര് പറഞ്ഞേ? ജിനു. വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ആൾക്കാരില്ലാന്നൊന്നും വിചാരിക്കില്ല, എല്ലാവരും ക്യാമറ കണ്ടപ്പോഴേക്ക് എല്ലാവരും ഒക്കെ സ്റ്റാൻഡേർഡ് കൂടിയതാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് മാറി നിൽക്കണം. എവിടെ പോയി ആള് ഒളിച്ചോടി, ആള് പോയിട്ടോ. ഹായ്, എന്താണ് വിശേഷം? സുഖാണോ? നല്ല വിശേഷം, പറ. ഒളിച്ചിരിക്കായിരുന്നു, ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ഉണ്ടെന്ന് അത് കാരണം കണ്ടുപിടിച്ചില്ലേ നമ്മള്. സ്മൃതി അല്ലേ? സ്മൃതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റി. എന്തായാലും സ്മൃതിനെ കാണുന്നേക്കാളും മുന്നേ നമുക്ക് ഈ കളക്ഷൻസ് ഒന്ന് കണ്ടാലോ. ഇതും ഇരിക്കുന്നത് മൊത്തം മെറ്റീരിയൽസ്, ഷെർവാനിയുടെ മെറ്റീരിയൽസ് ആയിരിക്കണത്. അതുപോലെ തന്നെ ഒക്കെ ഡിഫറെന്റ് ഫാബ്രിക്സിൽ വരുന്നതായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതൊക്കെ ജിമ്മിച്ചൂല് വരുന്ന ഖാദി സിൽക്ക് ജിമ്മിച്ചൂ ഫാബ്രിക്കിലൊക്കെ വരുന്നതാണ് കേട്ടോ. ഇത് മൊത്തം അതും പല കളേഴ്സിലേക്ക്. ഇപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്ത് എടുത്ത് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇതൊക്കെ നമുക്ക് എന്തിനു യൂസ് ചെയ്യണം? ഈ ഹെവി വർക്ക്സ് വരുന്നത് അല്ലേ. ഈ മെറ്റീരിയൽ ഞാൻ വീണ്ടും പറയാണ്, എപ്പോഴും ഉണ്ടാവില്ല, ഉള്ളത് ഡിഫറെന്റ് വർക്ക്സ് ഒക്കെ ആയിരിക്കും അല്ലേ. ഓരോ ടൈമിലെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കാരണം ഓരോന്നോരോന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. വാവ്, ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഇതൊക്കെ സംഭവം ഇവിടെ ഉണ്ട്. എന്റെ പൊന്നോ, അത് സ്യൂട്ട് ചെയ്താണ് ട്രയൽ അടിക്കാൻ വേണ്ടി. അടിപൊളി കേട്ടോ, കണ്ടോ, സൂപ്പർ. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാലേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. ഞാൻ കറക്റ്റ് ഇങ്ങനെ പൊന്തി വാ കാണിച്ചു കൊടുക്ക്. കണ്ടോ, അപ്പൊ ബ്ലേസറും ചെയ്യുന്നുണ്ടല്ലേ? അതൊക്കെ എടുക്ക്.
അതെ ഇതൊക്കെ ഒന്ന് കാണിക്കാം നമുക്ക്. കുർത്താസ് ഇത് ലെങ്ത് ഒക്കെ ഡിപ്പെൻസ് നമ്മുടെ ഓക്കെ. ഇതൊക്കെ ഒരു കസ്റ്റമേഴ്സിന്റെ തോന്നുന്നു എനിക്ക്. ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്ട് പോയി പെട്ടെന്ന് എടുത്തു പോയതാ. സൂപ്പർ. ഇനി കല്യാണം ഇവിടെ നിന്ന് ആവാം അത് വിചാരിച്ച ചെക്കനും പെണ്ണും മാത്രം വന്നാൽ മതി. ഡ്രസ്സിന് വേണ്ടി മാത്രം കേട്ടോ ആ പെണ്ണ് അന്വേഷിച്ച് വരുന്നത്. ഇത് 2 പീസ് അല്ലേ വേണേ? 2 പീസ്. ഓക്കെ. അടിപൊളി. ഇത് വർക്ക് ചെയ്തിട്ടില്ല, അതായത് മെറ്റീരിയൽ തന്നെ ഉള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം. ഇതിപ്പോ കൂടുതൽ വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്ക് ഒന്നുകൂടി കൂടുതൽ കയറ്റും അല്ലേ, കുറച്ചുകൂടി റിച്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും അല്ല മക്കളെ, ശരിക്കുള്ളത് എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റായി. എൻ്റെ മോനുള്ള ഇനി ഡിസൈനർ ഇവിടെ തന്നെ, ഇനി വേറെ സ്ഥലത്തേക്കൊന്നും ഞാൻ പോണില്ല. കല്യാണം ആവുമ്പോഴേ ഇത്ര വലിയൊരു മോനുണ്ടല്ലേ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയണ്ടേ? ഇത് അർമാനിയാണ്. ഇതിൽ നമുക്ക് ഡിസൈൻഡ് മെറ്റീരിയൽ ആണ്. നോർമൽ ഷർവാണി അല്ലാതെ ഡിസൈൻഡ് ആയിട്ട് വരുന്നതാണ്. ഇത് ഓൾറെഡി ഡിസൈൻ ഉള്ളതാണോ? നമ്മൾ ചെയ്തതാണ്, ഇതെല്ലാം കസ്റ്റം ഡിസൈനിങ് ആണ്. അപ്പൊ പ്ലെയിൻ ഫാബ്രിക്കിൽ നിങ്ങൾ ചെയ്തതാണ്. കറക്റ്റ് ലുക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത് ഏതൊരു കസ്റ്റമറിനാണ് കണ്ടോ, നല്ല രസമായിട്ടുണ്ട് അല്ലേ. ഇത് ഇങ്ങനെ പറയാം, കളേഴ്സ് ഡിസൈൻസ് ഒക്കെ ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുന്നില്ല കേട്ടോ. എന്തായാലും എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ വർക്ക് ഇഷ്ടമായി. ഈ വർക്കിന് ഒരു പ്രാധാന്യമുണ്ട്. ഈ ഡിസൈൻ ഇവിടെ മാത്രം ചെയ്യുന്നതാണ്, ഇവിടെ മാത്രം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിന് കോപ്പി ഇപ്പോൾ വരും, കാരണം നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു അല്ലേ. ശരിയല്ലേ? എന്തായാലും ഇതിൻ്റെ കോപ്പി വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിസൈൻ വേണമെന്ന് പറയുകയാണെങ്കിൽ അത് ഇവിടുന്ന് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമുക്കത് പുറത്തേക്ക് വിടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിടൂല അല്ല, ആ ഡിസൈൻ വിടൂലല്ലോ. അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം കേട്ടോ. ഈ ഡിസൈൻ നമുക്ക് വേറൊരാൾക്കും കൊടുക്കരുത്. ഇത് നമ്മുടെ സിഗ്നേച്ചർ പീസാണെന്ന് പറയുകയാണെങ്കിൽ അത് പുറത്തേക്ക് വിടില്ല. അത് മീൻസ് നമുക്ക് സ്വന്തം, അത്രേ പറയാനുള്ളൂ. അത്ര. ഇതൊക്കെ നോർമലാണോ? പിന്നെ ഈ ബ്ലേസേഴ്സ് ഒരു അർമാനി ഡിസൈൻ, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലേസർ ആണ്. ഇതൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയൽ ഒക്കെ ഇവിടെ ഉണ്ടോ? അർമാനി മെറ്റീരിയൽസ് ആണ് കാണുന്നത്. ഗ്രേറ്റ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ എത്ര രൂപ വരും ചേച്ചി, അല്ലെങ്കിൽ എത്ര രൂപ വരും ചേട്ടൻ? ഇങ്ങനെ ചോദിച്ച് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞു തരാനും പോണില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കസ്റ്റമൈസ് ആണ്. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ. അല്ലാണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒറ്റയടിക്ക് ഒരു പ്രൈസ് പറയാൻ പറ്റില്ല. നമുക്ക് ചിലവുകൾ, സ്റ്റിച്ചിങ് നോക്കണം, കട്ടിങ്, അല്ലാതൊരു പിന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രൈസ് കൂടുതലായിട്ട് വരും. പിന്നെ മെറ്റീരിയലിൻ്റെ ഇത്, പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് എത്ര ദിവസം എടുക്കും, അതിൻ്റെ ഇപ്പോൾ കോളറിൽ വർക്ക് വേണോ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രൈസ് പറയുന്നത്. ഇത് നോർമൽ ഒരു ബുട്ടിക്ക് അല്ല, ബുട്ടിക്കിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ബുട്ടിക്ക് എന്ന് പറയില്ലേ, അതിന് വേറെ എന്തെങ്കിലും വാക്കുണ്ടോ? വേറൊരു വാക്ക് ഇല്ല. പക്ഷേ നമ്മളത് പറയണം ബുട്ടിക്കല്ല, ശരിക്കും ബുട്ടിക്കിനേക്കാളും മേലെയുള്ള ബുട്ടിക്ക് ആ ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഒരു ഫിലിം സ്റ്റാർസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള സെറ്റപ്പാണ് മൊത്തം ഇവിടെ ഉള്ളത്. പക്ഷെ അത് വിചാരിച്ചിട്ട് റേറ്റ് കൂടുതലാണെന്നല്ല, ആ ഒരു സ്റ്റൈലിലൊക്കെ നടക്കാൻ പറ്റും അല്ലേ. അതല്ല ഇതൊക്കെ എന്താ, ഞാൻ എന്തായാലും കാണിച്ചോണ്ട് കുഴപ്പമില്ലല്ലോ. പ്രൈവസി ആണോ? കാണിക്കണമെന്നില്ല. ഇത് നമ്മള് ഒരു ചെയ്ത വർക്കാണ്. അത് ചിലത് പ്രൈവസി ഉള്ളത് കൊണ്ട് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. മാറ്റിയതാണ് കസ്റ്റമേഴ്സിന്റെ. ഇത് കസ്റ്റമറിന്റെ, ഇത് നമ്മൾ ഡെമോ ചെയ്ത ഓണം വർക്കിൽ. ഇത് ഓണം മാത്രമല്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, വീട് ഒക്കെ കയറി താമസിക്കുന്നതിന് നമുക്ക് കുറ്റിശ്ശിക്കൊക്കെ വിളിക്കുമ്പോൾ ആ സമയത്തൊക്കെ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ചോറൂണിന് അങ്ങനത്തെ ഓരോരോ ഫംഗ്ഷനൊക്കെ കേരള സ്റ്റൈലിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ചെയ്തെടുക്കും. ഞാൻ ടോട്ടലി ഇവിടെ ഫ്ലാറ്റ് ആയിട്ട്, ഇനി വേറെ ഒന്നും നോക്കാനില്ല. ജിനു ഇങ്ങോട്ട് വാ. ഇവിടെ ആക്ച്വലി ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടുത്തെ ഓണർ എവിടെയാ, സ്ഥലത്തുണ്ടോ? ഇല്ലേ, പുറത്താണ്. അത് പറയാൻ എത്ര നാണം. ആളെ സ്ഥലത്തില്ല, ആക്ച്വലി ഓണർ ഇവിടെ ഇല്ല, ഓണർ സ്ഥലത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കസ്റ്റമൈസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം, ഡയറക്റ്റ് വരാം, വിളിക്കാം. പിന്നെ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ടോ നമുക്ക്? എങ്ങനെയാ? നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കസ്റ്റമർ വരണം, അല്ലാണ്ട് കസ്റ്റമറിന് പെർഫെക്റ്റ് ആയിട്ട് അളന്ന് കൊടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെന്റ്. ഓക്കെ. നമ്മളിപ്പോൾ പുറത്തത്തെ ആൾക്കാരൊക്കെയാണ്, നമുക്ക് ഇത് വേണമെന്ന് വെച്ചാൽ ഒരാൾ നിന്നിങ്ങനെ അളന്ന് കൊടുത്തിട്ട് അതിന് മെഷർമെന്റ് പറയുകയാണെങ്കിൽ ആ രീതിയിലും നമുക്ക് ചെയ്ത് തരാമോ? നമുക്കിപ്പോൾ പുറത്ത് അങ്ങനെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ആള് UK എവിടെയായിരുന്നു, അതിൽ മദറും സണ്ണും അങ്ങോട്ട് വന്ന് അവര് അവിടെ നിന്ന് അറിയുന്ന ഒരാൾ അളവ് നമുക്ക് അയച്ചു നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് വിശേഷം. എന്തായാലും ടോട്ടലി ഫ്ലാറ്റായ സ്മൃതി, ഒരു ബായെങ്കിലും പറയാൻ പറ്റുമോ? അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്. ഇത് ഭയങ്കര നാണക്കാരിയാണെന്നേ. ഒരു ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരയ്ക്കും ബായ്.